ഞങ്ങൾ അങ്ങനെ വാരണാസിക്ക് ലോഹമണ്ഡൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് റൂമൊക്കെ മറ്റേ തനിഷ്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡാണ് ഫുള്ള്. അത് കഴിക്കാനും ഒത്തിരി ആളുകൾ കേട്ടോ. എല്ലാവരും സ്ട്രീറ്റ് ഫുഡ് കഴിച്ചു. എനിക്ക് മൊത്തം സ്ട്രീറ്റ് ഫുഡ് കഴിച്ചില്ല. എന്താണെന്ന് പറയുന്നത് ഗോപാലിൽ തന്നെ വയറ് പണിയൊന്നുകൊണ്ട് പിന്നെ ലസ്സി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് കുടിച്ചത്. ഇവർ സ്ട്രീറ്റ് ഫുഡ് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുന്നതാണ് പോകുന്നത്. സെറ്റ് ചെയ്ത് വെച്ച് അവർ പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് എടുത്തു തരും. ആ രീതിയിലാണ് ഇവിടെ ഓരോന്ന് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് തന്നെ കാണാൻ പറ്റും. അവരോരോന്ന് എടുക്കുന്നതും ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അപ്പം ഇതൊക്കെയാണ് സ്ട്രീറ്റ് ഫുഡിൻ്റെ. പിന്നെ ലസ്സി കുടിക്കാനായിട്ട് പോവുകയാണ്. കുറേ നടന്നു ഒരു സ്ഥലം കിട്ടിയത് തന്നെ ലസ്സി കുടിക്കാനായിട്ട്. ഇപ്പം നമ്മൾ പോണത് ലസ്സി കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഭോപ്പാലിന് എനിക്ക് വയറിന് പ്രശ്നം വന്നായിരുന്നു. ഇപ്പോൾ ലസ്സി കഴിച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ലസ്സിക്കട എവിടെയോ ഉണ്ടെന്നാണ് രാജീവേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് ആ കടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാം. ലസ്സിക്കട അങ്ങനെ ലസ്സിക്കട കണ്ടുപിടിച്ച് പിന്നെ ലസ്സിക്ക് അങ്ങനെ ലസ്സി വന്നു. ലസ്സി കുടിക്കാൻ തുടങ്ങി. നല്ല ലസ്സി കേട്ടോ, നല്ല ടേസ്റ്റ്. നമ്മുടെ എന്താ പറയുക, അടിപൊളി, പറയാനില്ല, അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ. ഒന്നും കിട്ടാണ്ട് ഞാൻ ആദ്യം ലസ്സിയെ കുടിച്ചത് ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. കടലക്കറി. അപ്പം അടുത്ത വിശേഷങ്ങളായിട്ട് ഇവിടെ നല്ല ബ്ലോക്കാണ്. മഹാദേവനെ പോലെ ആൾക്കാരും ഒക്കെയാണ് ഓട്ടോറിക്ഷകളിലൊക്കെയാണ് യാത്ര. നല്ലൊരു രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഇവിടെ.